ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് പ്രണയം നിറഞ്ഞ പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം, ലവ് ബൈറ്റ്സിൻ്റെ നേരം. കൂടെ മനസ്സ് നിറയെ പ്രണയവുമായി ഞാൻ റീനു. നീ മഴയാണ്, സൗഹൃദത്തിൻ്റെ, പ്രണയത്തിൻ്റെ, ആത്മാവിൽ പെയ്തിറങ്ങുന്ന മഴ, കാറ്റും കോളുമില്ലാത്ത പ്രണയമഴ. എത്ര മനോഹരം എന്നാ ഒന്നാലോചിച്ച എത്ര വിഡ്ഢിത്തം. പ്രണയം ഒരിക്കലും ഒരു ദിവസത്തേക്ക് മാത്രമല്ല, അത് നടന്നുകൊണ്ടേയിരിക്കണം. പ്രണയത്തെ പ്രണയിക്കുന്ന എല്ലാവർക്കുമായി ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. അരികെ റീനു. അരികെ റീനു എന്ന് പറയുമ്പോൾ ഇന്ന് അരികെ മൂവിയിലെ കുറച്ച് ഡയലോഗ്സിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കണം. കാരണം ചില സിനിമകൾ നമ്മളെ പ്രണയം കൊണ്ട് നിറയ്ക്കും. ഒരു കാര്യം, അനുരാധയ്ക്ക് കൂട്ടുകാരെ നന്നായി അറിയാവുന്നോണ്ട് ചോദിക്കുക. അതെന്താ, നിങ്ങൾക്ക് അവളെ നന്നായി അറിയില്ലേ? അതല്ല, പെൺകുട്ടികൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് വേറെ തരത്തിലാ. പ്രിയപ്പെട്ട ആണിനോട് പോലും പറയാത്ത കാര്യം നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യില്ലേ? എന്താ അറിയേണ്ടത്? അനുവിന് എന്ത് തോന്നുന്നു? കൽപ്പനയുടെ മനസ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ? അങ്ങനെ എന്തിനെ പറ്റി? ഒരു പെണ്ണിന്റെ മനസ്സ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് എന്തായാലും അറിയായിരിക്കും. അങ്ങനെയാണോ? കുറേയൊക്കെ അറിയാം കേട്ടോ. അതുകൊണ്ടല്ലേ ബോയ് ഫ്രണ്ട്സ് അവരുടെ ഫ്രണ്ട്സിനോടും കൂടി അടുക്കുന്നത്. ഫേസ്ബുക്കിലൊന്ന് ലോഗിൻ ചെയ്യോ. ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം തരണം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ദിസ് ഈസ് ക്ലബ് FM. അവൾ നിങ്ങൾക്ക് വേണ്ടി എന്തും ഉപേക്ഷിക്കും. റിയലി? യാ, റിയലി. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ മനസ്സ് നിറയെ പ്രണയവുമായി റീനു. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ കൽപ്പനയ്ക്ക് വേണ്ടി എന്ത് ഉപേക്ഷിക്കോ? പെൺകുട്ടികളെ പോലെ ആണുങ്ങൾക്ക് അങ്ങനെ എല്ലാം ഉപേക്ഷിക്കേണ്ട ആവശ്യം വരാറില്ല. പിന്നെ എന്റെ കാര്യത്തിലാണെങ്കിൽ ഉപേക്ഷിക്കാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും. സത്യത്തിൽ എന്തൊരു അനീതിയാണല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പെൺകുട്ടികളായ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരുന്നത്. എത്ര തടസ്സങ്ങളാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത്. ആരോടൊക്കെയാണ് നമ്മൾ ഉത്തരം പറയണ്ടേ? ഞങ്ങളെ പ്രണയിക്കുന്ന നിങ്ങൾ ആൺകുട്ടികൾ ഇത് സത്യത്തെ ചിന്തിക്കാറുണ്ടോ? മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ടോ? ഒന്ന് വരാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ വഴക്ക്, ഫോൺ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ വഴക്ക്, ചുറ്റും ആളുണ്ടെന്ന് പറഞ്ഞാലും മനസ്സിലാക്കാതിരിക്കുക. എന്താ ഇങ്ങനെയൊക്കെ? എത്ര ആളുകളുടെ കണ്ണു വെട്ടിച്ച് എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചാൽ ഞങ്ങൾ മീറ്റ് ചെയ്യാൻ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടേതാകാൻ വേണ്ടി എന്തൊക്കെയാണ് ഞങ്ങൾ ജീവിതത്തിൽ നിന്ന് വേണ്ടാന്ന് വയ്ക്കുന്നത്. ഇത് ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഭ്രാന്തമായി സ്നേഹിക്കുന്ന 2 പേരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, ശാന്തനുവും കൽപ്പനയും. ആ സ്നേഹം സന്തോഷകരമായി തീരട്ടെ. പരസ്പരം കാണാതിരിക്കുമ്പോൾ ശാന്തനും കൽപ്പനയും എത്ര അസ്വസ്ഥരാവുന്നു. അതെ, അതാണ് സ്നേഹം. ഞാൻ അവരെ എന്നാലാവും വിധം സഹായിക്കും. Yes, this is Love Bites on Club FM. പലപ്പോഴും ഇങ്ങനെയല്ലേ, നമ്മൾ പലരും പ്രണയിക്കണമെന്ന് വിചാരിക്കുന്നത് ചുറ്റുമുള്ള ആളുകളെ കാണുമ്പോഴാണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രണയിക്കുന്ന നമ്മളുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ മനസ്സറിയാതെ പറയും, നിനക്ക് പ്രണയിച്ചു കൂടെ? ഇതുപോലൊരു കാമുകനെ അല്ലെങ്കിൽ കാമുകിയെ നമുക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് നമ്മളും ആഗ്രഹിക്കും. അങ്ങനെ നമ്മളും തിരഞ്ഞു തുടങ്ങും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട്. ഭാഗ്യമുള്ള ചിലർക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ യെസ്, ആ പെർഫെക്റ്റ് ആളെ തന്നെ കിട്ടും. പക്ഷെ ചിലരിത്തരം ഒരു അന്വേഷണത്തിനൊടുവിൽ എത്തിച്ചേരുന്നത് ദുഃഖകരമായ ഒരു സിറ്റുവേഷനിലേക്കായിരിക്കാം അല്ലേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.